ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ പീഡന പരാതിയുമായി വന്നു. അതിൽ സിദ്ദിഖിനെതിരെ കൊടുത്ത മൊഴികളെല്ലാം തന്നെ സത്യമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ആ യുവതി പറഞ്ഞതുപോലെ 2016 തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ യുവതിയെ വിളിച്ചു വരുത്തി ബലപ്രയോഗം ചെയ്തു പീഡിപ്പിച്ചു. ഹോട്ടലിലെ 101D നമ്പറിലെ റൂമിൽ വെച്ചായിരുന്നു പീഡിപ്പിച്ചത് എന്നന്ന് യുവതി പറഞ്ഞിരുന്നു. അതുപോലെ ആ റൂമിന്റെ വിൻഡോയിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാം എന്നിങ്ങനെയുള്ള മൊഴികൾ, ജെന്യുവൻ ആയിട്ടുള്ള മൊഴികളായിരുന്നു അന്ന് യുവതി പറഞ്ഞിരുന്നത്. അതിനുശേഷം പീഡനത്തിന് ശേഷം അടുത്ത ദിവസം തന്നെ മാനസികമായി തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു. ഇതെല്ലാം തന്നെ സത്യമാണ് എന്നുള്ളൊരു കാര്യം തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിദ്ദിഖിനെതിരെ കൂടുതൽ കുരുക്കുകൾ മുറിയിരിക്കുന്നു. പക്ഷേ എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയം തന്നെയാണ്. കാരണം 2017 നടി ആക്രമിച്ച കേസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു സാക്ഷിയാണ് സിദ്ദിഖ്. അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2017 ആ ഒരു നടിയുടെ കേസിന് ഇപ്പോഴും വിചാരണ നടക്കുന്നു. 7 വർഷമായിട്ട് പോലും അവർക്ക് വേണ്ട നീതി കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള പീഡനങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് നീതിയാണ് ഇരകൾക്ക് കിട്ടുന്നത്? ഇതും ഇനി എത്ര വർഷം ഇങ്ങനെ നീണ്ടുപോകും? അതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിങ്ങനെ ഒരുപാട് വർഷം ഈ ഒരു കേസും ഇങ്ങനെ നീണ്ടുപോകും. സിദ്ദിഖിന് ഇപ്പോൾ ഏകദേശം നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും തന്നെ ആ യുവതി പറഞ്ഞു, നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള മൊഴിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെളിവുകളെല്ലാം പുറത്തു വരും. അപ്പോൾ ഇതുപോലെ ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും പരാതി കൊടുത്തിരുന്ന നടിയുടെ കേസ് നമ്മൾക്കറിയാം. അത് അവർക്കെതിരെ വേറൊരു പെൺകുട്ടി പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും വന്ന് പറഞ്ഞെല്ലാം കള്ളമാണ്, അവസരം കിട്ടാത്തതുകൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു. എങ്കിലും സിദ്ദിഖിനെതിരെ കൊടുത്ത ഈ ഒരു കേസ്, അത് അവർ പറഞ്ഞ എല്ലാ തെളിവുകളും തന്നെ അന്വേഷണത്തിൽ സിദ്ദിഖ് ആ ദിവസം ഹോട്ടലിൽ റൂം എടുത്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും തന്നെ തെളിവുകളെല്ലാം പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത്, അതായത് ഇരക്ക് ശരിക്കും പറഞ്ഞാൽ നീതി കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം പല ആൾക്കാരും, പല പെൺകുട്ടികളും എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ എത്ര തെളിവുകൾ പറഞ്ഞാലും, എന്തോരം തെളിവുകൾ ശേഖരിച്ചെന്ന് പറഞ്ഞാലും, ഇത് കോടതിയിൽ ചെന്ന് കേസ് വാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം തൂത്തുമാഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അഥവാ അല്ലെങ്കിൽ ഇങ്ങനെ വിചാരണ ഇതുപോലെ ഇങ്ങനെ നീണ്ട് വർഷങ്ങളോളം ഇതിന്റെ പിന്നാലെ നടക്കണം. പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും പലതും സഹിച്ച് മുന്നോട്ട് വരാതിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കുട്ടി വന്നു, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്നുള്ളൊരു ഇത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് പോലീസ്. സംഭവത്തിന് ശേഷം നടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയേക്കും. സിദ്ദീഖിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് താമസിച്ചിരുന്നതിന്റെ തെളിവുകൾ നേരത്തെ പോലീസിന് ലഭിച്ചു. യുവനടിയുടെ മൊഴിപ്രകാരം ലൈംഗികാതിക്രമം നടന്ന അതേ ദിവസം തന്നെയാണ് സിദ്ദീഖ് ഹോട്ടലിൽ താമസിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം നടി മാനസികമായി തളർന്നുവെന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ നിർണായകമായ ചില സാക്ഷിമൊഴികളും ലഭിച്ചു. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി വരുന്നതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറാനും നീക്കമുണ്ട്. മൂവാറ്റുപുഴ പോലീസാണ് നടിയുടെ ബന്ധുവായ യുവതിയുടെ പരാതിയിൽ കേസെടുത്തത്. നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. വ്യാജ പരാതികൾ കൊടുത്ത വാർത്തകൾ കേട്ടു. അപ്പൊ അങ്ങനെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്കെതിരെയും കേസ് എടുക്കണം. കാരണം അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെയും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, എന്തിന്റെ പേരിലാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വ്യാജ പരാതികൾ കൊടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ പരാതികൾ കൊടുക്കുന്നു, മൊഴി മാറ്റി പറയുന്നു, അവർക്ക് തന്നെ നിശ്ചയമില്ല ഏത് ദിവസമാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് അത് കള്ള പരാതിയാണെങ്കിൽ അതിനെതിരെയും കേസ് എടുക്കണം. കാരണം എല്ലാവർക്കും, സ്ത്രീക്ക് മാത്രമല്ലോ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നീതി എല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതുപോലെ കള്ളപ്പരാതി കൊടുത്തവരുണ്ടെങ്കിൽ, കള്ള കേസ് കൊടുത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അതിന്റെ തക്കതായ തന്നെ ശിക്ഷ കിട്ടണം. നല്ല ഹേമ കമ്മിറ്റി കൊണ്ട് ഒരു കാര്യമെങ്കിലും തെളിഞ്ഞിട്ടുണ്ട് സിദ്ദിഖിന്റെ. അതുപോലെ ഇനി എത്ര തെളിയാൻ കിടക്കുന്നു, ഇനി എന്തൊക്കെ പറഞ്ഞതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇനി മൊഴികളെ ഞാനൊക്കെ മാറ്റിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതെല്ലാം രേഖകൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇനി കോടതിയിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും കിട്ടിയൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. കാരണം ഈ ഹേമ കമ്മിറ്റി കൊണ്ട് കുറേ നാൾ കൊണ്ട് എല്ലാവരും ഹേമ കമ്മിറ്റി അതിന്റെ പിന്നാലെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായി. ഇനി എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇനി കോടതി എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം.